ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, ഈ ലോകം കണ്ടതിലും കാണാനിരിക്കുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഫിത്ന അതാണ് ദജ്ജാൽ. ഇന്ന് ലോകത്തെ ജൂതവർഗം മുഴുവനും അവൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജൂതന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ നിരന്തരം ദജ്ജാലിനെ പരാമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഏതു പേരിലാണ് ദജ്ജാൽ അവർക്കിടയിൽ അറിയപ്പെടുന്നതെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്നുണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് അദാൻ അഥവാ നമസ്കാരത്തിനായി ജനങ്ങളെ മസ്ജിദുകളിലേക്ക് ക്ഷണിക്കുന്ന വാങ്കുവിളി. അത് സമയാനുസരണം ലോകത്തിൻ്റെ വിവിധ മിനാരങ്ങളിൽ നിന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വിശ്വാസിയെ നമസ്കാരത്തിലേക്കും അതിലൂടെ ഇഹപര വിജയത്തിലേക്കുമുള്ള ക്ഷണമാണത്. എന്നാൽ ജൂതന്മാർ അവരുടെ പ്രാർത്ഥനയ്ക്കായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? ഫ്രണ്ട്സ്, ജൂതന്മാർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്കായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഒരു ക്ലിപ്തമായ പ്രയോഗമില്ല. ചിലപ്പോഴൊക്കെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചവർ ശബ്ദമുണ്ടാക്കും. അവരിലെ തന്നെ മറ്റൊരു വിഭാഗമാകട്ടെ ചില പാട്ടുകളുടെ സ്പെസിഫിക് ലിറിക്സുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം അവരിലെ പ്രയർ ലീഡർ വിളിക്കുന്നത് എങ്ങനെയാണ്? ബോൺ ഷാലൽ. അതിനർത്ഥം കം ലെറ്റ്സ് പ്രേ, വരൂ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ്. ചിലപ്പോഴൊക്കെ അത് ഹിബ്രുവിലാണ് വിളിക്കപ്പെടുന്നതെങ്കിൽ മറ്റു ചിലപ്പോഴൊക്കെ അത് അരാമിക് ലാംഗ്വേജിലായിരിക്കും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉള്ളതുപോലെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോൾ പ്രയർ അവർക്കില്ല. എന്നാൽ അവർക്കിടയിലെ ചില മിസ്റ്റിക്കൽ മസിയാന ഗ്രൂപ്പ് ഇൻക്ലൂഡിംഗ് എക്സ്ട്രീമിസ്റ്റ് സിയോണിക് സെക്സ് അവർ ദജ്ജാലിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് ജനങ്ങളെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നത്. ഹിബ്രുവിൽ അവർ അവന് നൽകുന്ന ടൈറ്റിൽ മെഷിയ ഷെഖർ എന്നാണ്. അതെ, ദജ്ജാൽ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയെ അവർ സംബോധന ചെയ്യുന്നത് ഈ നാമം കൊണ്ടാണ്. മറ്റു ചിലപ്പോഴൊക്കെ മസായ എന്നാണ് അവർ അവനെ സംബോധന ചെയ്യുന്നത്. ദജ്ജാലിനെ ജൂതന്മാർ അവരുടെ രക്ഷകനായാണ് കണക്കാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ കാണാം, വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ قام رسول الله صلى الله عليه وسلم في الناس فأثنى على الله بما هو أهله ثم ذكر الدجال فقال إني لأنذركموه وما من نبي إلا أنذره قومه لقد أنذر نوح قومه ولكني أقول لكم فيه قولا لم يقله نبي لقومه تعلمون أنه أعور ഒരു പ്രവാചകൻ പോലും തങ്ങളുടെ ജനതയോട് ഉമ്മത്തിനോട് ദജ്ജാലിനെ പറ്റിയുള്ള അവൻ്റെ ഫിത്നയെ പറ്റി മുന്നറിയിപ്പ് നൽകാതെ കടന്നുപോയിട്ടില്ല. നബിതങ്ങളുടെ മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, ഫകാന മിൻ ഖൗലിഹി അൻ ഖാൽ ഇന്നഹു ലം തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദമ അഅലമ മിൻ ഫിത്നതി ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പടച്ചതിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നയായിരിക്കും ദജ്ജാൽ എന്ന് ഈ ഹദീസിന്റെ ആശയത്തിൽ മനസ്സിലാക്കാം. അവിടെ നിന്നൊരുളി വ ഇന്നല്ലാഹ ലം യബഅസ് നബിയ്യൻ ഇല്ലാ ഹദറ ഉമ്മതഹു ദജ്ജാല വഅന ആഖിറുൽ അംബിയാ വഅൻതും ആഖിറുൽ ഉമ്മം വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല. തീർച്ചയായും എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ഉമ്മത്തിനോട് സമുദായത്തിനോട് ദജ്ജാലിനെ കുറിച്ചും അവൻ്റെ ഫിത്നയെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഅന ആഖിറുൽ അംബിയ, ഞാൻ അവസാന പ്രവാചകനും നിങ്ങൾ അവസാന സമുദായവുമാണ്. വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല, നിസ്സംശയം ദജ്ജാൽ നിങ്ങളിൽ തന്നെ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്.
ഫ്രണ്ട്സ്, ദജ്ജാൽ ഒരു യാഥാർത്ഥ്യമാണ്. ശക്തനായ വിശ്വാസിയെ പോലും പിടിച്ചുകുലുക്കുന്ന ലോകം കൊണ്ട ഏറ്റവും വലിയ ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫിത്നയിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.